നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബേസിക് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് ആസനാസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നമുക്ക് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങാം. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. തുടക്കത്തിൽ യോഗയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ പോകേണ്ട കാര്യമില്ല. പിന്നെ രാവിലെയുള്ളൊരു സമയം ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഫ്രഷ് മൈൻഡോട് കൂടി നമ്മൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി അതിലൂടെ കിട്ടുന്നുണ്ടാവും. ചെറിയൊരു വാമപ്പിന് ശേഷം നമുക്ക് പതുക്കെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതിൽ വാമപ്പ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെയാണത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് ഹെഡ് നേരെ വെച്ചുകൊണ്ട് നിവർന്ന് കണ്ണടച്ചിരിക്കാം. ആദ്യം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. വളരെ സാവധാനം പുറത്തേക്ക് വിടാം. വീണ്ടും ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. മനസ്സ്, ശരീരം, ചിന്തകൾ എല്ലാം ശാന്തമായിരിക്കട്ടെ. എല്ലാ ഭാഗങ്ങളും ശരീരത്തിൻ്റെ ഫ്രീ ആക്കിയിടാം. നമ്മുടെ ഷോൾഡറുകൾ, കൈകൾ, കാലുകൾ എല്ലാ ഭാഗങ്ങളും അയഞ്ഞിരിക്കട്ടെ. അതേപോലെ ചിന്തകൾ, ഫേസിലുള്ള എല്ലാ മസിൽസും ഫ്രീ ആക്കി വെക്കാം. നമ്മുടെ നെറ്റിയുടെ ഭാഗം, കൺപോളകൾ, പുരികം, കവിളുകൾ എല്ലാ ഭാഗങ്ങളും ഫ്രീ ആക്കി വളരെ സന്തോഷത്തോടെ മനസ്സുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ദെൻ എക്സേൽ. റിലാക്സ് യുവർ ഹോൾ ബോഡീസ്. ചുറ്റിലുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കാം. ചുറ്റിലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കാം. കാലാവസ്ഥ, കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ, ഇരിക്കുന്ന സ്ഥലം, എല്ലാത്തിനെക്കുറിച്ചും മനസ്സിലൊരു അവബോധം കൊണ്ടുവരാം. ശരീരം, മനസ്സ്, ചിന്തകൾ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നു. നമ്മുടെ ചിന്തകൾ വരുന്നു പോകുന്നു, ശ്വാസം സംഭവിക്കുന്നു, ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും കൂടെ ഒന്നിനെയും തടഞ്ഞു വെക്കാതെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗമായിരിക്കാം. വീണ്ടും ദീർഘശ്വാസം. ഇൻഹേൽ, എക്സേൽ. ഏറ്റവും സമാധാനത്തോടെ, ഏറ്റവും സുഖകരമായിരിക്കാം. വളരെ സന്തോഷത്തോടെ ഫേസിൽ നല്ലൊരു പുഞ്ചിരി വെച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം, ഈ നിമിഷം, ഏറ്റവും ഭംഗിയുള്ള ഇന്നത്തെ ദിവസവും ഈ സമയവും നമ്മുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഈ ഒരു അവസരം, ഈ നിമിഷത്തിൽ നിൽക്കാം നമുക്ക്, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട്. ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കൈകളും നന്നായി ഉരസി ചൂടാക്കിയതിന് ശേഷം കൺപോളയിലേക്ക് വെക്കാം. കവളിലൂടെ ഒന്ന് മസാജ് ചെയ്യാം. ചിമ്മി ചിമ്മി സ്ലോലി ഓപ്പൺ യുവർ ഐസ്. നമസ്തേ. നമുക്ക് ചെറുതായിട്ട് സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് തുടങ്ങാം. നമുക്ക് സാധനയ്ക്ക് മുമ്പായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ചെറിയൊരു വാമപ്പിലൂടെ കടന്നു പോയിട്ട് ചെയ്യുന്നത് ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോളൂ. ശേഷം ചെറിയൊരു വാമപ്പൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യാം. പ്രാണായാമം നമുക്ക് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ആദ്യമായിട്ടോ അവസാനമായിട്ടോ ചെയ്യാം. അവസാനത്തേക്ക് തന്നെ ചെയ്യണമെന്നില്ല. ചില പ്രാണായാമങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവൽ കൂട്ടുന്നതിനൊക്കെ നല്ലതാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്നിരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടതുവശത്തേക്ക് തിരിയാം. വലത് കൈ കാൽമുട്ടിന് മേലെ വെച്ചു. ഇടത് കൈ നേരെ ബാക്കിലേക്ക് പതിച്ച് വെച്ചിട്ട്
അപ്പർ ബോഡി മാക്സിമം ബാക്കിലേക്ക് തിരിച്ചു വെക്കുക. ദെൻ തല തിരിച്ച് ബാക്കിലേക്ക് നോക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യാം. ഇൻഹേൽ നിവർന്നു വരുന്നു. എക്സേൽ ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയുന്നു. മാക്സിമം സ്പൈൻ തിരിഞ്ഞിരിക്കട്ടെ. തല തിരിച്ച് ബാക്കിലേക്ക് നോക്കുക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും നന്നായിട്ട് ചെയ്യാം. നമ്മുടെ സ്പൈൻ തിരിഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എനർജീസ് റിലീസ് ചെയ്യപ്പെടുന്നു, ഇമോഷൻസ് മാറുന്നു. ഇൻഹേൽ നിവർന്നു വരാം, റിലാക്സ് ചെയ്യാം. പതുക്കെ നമ്മുടെ വലത് കൈ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്നു, ടൈറ്റ് ചെയ്ത് പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ലെഫ്റ്റിലേക്ക് പതുക്കെ ബെൻഡ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ചെവിയുടെ മേലെ ടച്ച് ചെയ്തിരിക്കട്ടെ, മാക്സിമം സ്ട്രെയിറ്റ് ആക്കി വെക്കാം. ലെഫ്റ്റിലേക്ക് ചാഞ്ഞിരിക്കാം, കറക്റ്റ് സൈഡ് വൈസ് ഇരിക്കാം. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവർന്നു വരാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് റിലീസ് ചെയ്തു. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നേരെ ലെഫ്റ്റ് ഉയർത്തി മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ റൈറ്റിലേക്ക് ബെൻഡ് ചെയ്തു. ഹോൾഡ് ചെയ്യാം. നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും ഇൻഹേൽ നിവർന്ന് വന്നു. എക്സേൽ പതുക്കെ റിലീസ് ചെയ്യാം. ഇനി നേരെ കാല് മുട്ടുകുത്തിയിട്ട് നിൽക്കാം. വജ്രാസനത്തിലേക്ക് ഇരിക്കുക. രണ്ട് കാലും ഒരല്പം നമ്മുടെ ഷോൾഡർ ലെവലിൻ്റെ ഗ്യാപ്പ് ഇട്ട് വെക്കുക. കൈകൾ രണ്ടും മുൻപിലേക്ക് പതിച്ച് വെക്കുക. നമ്മുടെ എൽബോ കാൽമുട്ടിലേക്ക് ടച്ച് ചെയ്യുന്നത് പോലെ വെക്കുക. ദെൻ അതിലേക്ക് നിവർന്ന് നിൽക്കുന്നു. നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്പൈൻ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് വരട്ടെ. തല കഴുത്തിൻ്റെ ഭാഗം വലിഞ്ഞു നിൽക്കും. ഷോൾഡർ ഒന്ന് പൊന്തിച്ചു കൊടുക്കാം. സ്പൈനിലേക്ക് ശ്രദ്ധിക്കാം. നട്ടല് താഴേക്ക് വളച്ചു കൊടുക്കുന്നു, മാക്സിമം ടൈറ്റ് ആയിട്ട്. എക്സേൽ താടി നെഞ്ചിലേക്ക് അമർത്തുക. സ്പൈൻ മുകളിലേക്ക് വളച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ. നേരെ കാലിലേക്ക് ബാക്കിലേക്ക് ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് ചാഞ്ഞ് വരാം. നമ്മുടെ കാലിൻ്റെ നടുവിലുള്ളൊരു ക്യാപ്പില്ലേ, അതിലേക്ക് നമ്മുടെ വയറൊക്കെ ഫില്ലാവുന്ന രീതിയിൽ പതിഞ്ഞ് കിടക്കാം. നെറ്റി ഫ്ലോറിലേക്ക് ടച്ച് ചെയ്ത് വെക്കാം. സാധാരണ ശ്വാസത്തിൽ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം, കണ്ണടച്ച് വെച്ചുകൊണ്ട്. നമ്മുടെ കൈകളുടെയും ഷോൾഡറിൻ്റെയും മസിൽസ് മാക്സിമം ഫ്രീ ആക്കി വെക്കാം. ഇൻഹേൽ പതുക്കെ നിവർന്ന് വരുന്നു. നിവർന്ന് വരാം. ഇനി നേരെ മുട്ടുകുത്തി നിന്നിട്ട് മുട്ടുകുത്തി നിൽക്കുക. കൈ പതിച്ച് വെക്കുക. നമ്മുടെ റൈറ്റ് ഹാൻഡ് നേരെ അടിയിലൂടെ പുറത്തേക്ക് നീട്ടി വെക്കുക. പുറത്തേക്ക് മാക്സിമം നീട്ടുക. ഷോൾഡർ ഏകദേശം ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അടുത്ത് വരട്ടെ. ഇപ്പോൾ റൈറ്റ് ഷോൾഡറും ഫേസിൻ്റെ റൈറ്റ് സൈഡും ഫ്ലോറിൽ വെക്കുന്നു. സ്പൈൻ തിരിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിന്നുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് നേരെ ഉയർത്തിയിട്ട് ചെവിയുടെ മുകളിലൂടെ പുറത്തേക്ക് നീട്ടി വെക്കാം. നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ദെൻ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അതേപോലെ പതുക്കെ നിവർന്ന് വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ നേരെ പുറത്തേക്ക് നീട്ടി വെക്കുക. പതുക്കെ ഫേസ് ലെഫ്റ്റ് സൈഡ് അവിടെ വെക്കുന്നു. കൈ ഉയർത്തിയിട്ട് മുൻപിലേക്ക് ചെവിയുടെ മേളിലൂടെ നീട്ടി നിവർത്തി വെക്കാം. നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് ഇതിലൊന്ന് ഹോൾഡ് ചെയ്യാം. ഇൻഹേൽ പതുക്കെ നിവർന്ന് വരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും കാലിലേക്ക് ഇരിക്കുക. കാലിലേക്ക് ഇരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഓരോ പോസ്റ്ററിലും കുറച്ചുകൂടി സമയം പതുക്കെ ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുത്തിട്ട്
കംഫർട്ടായിട്ട് ചെയ്താൽ മതി കേട്ടോ. നേരെ 2 കൈയും മുൻപിലേക്ക് പതിച്ച് വെക്കാം. ഏകദേശം നമ്മുടെ ഷോൾഡറും കൈകളും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കുന്ന രീതിയിൽ. പതുക്കെ കാല് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഹിപ്പിൻ്റെ ഭാഗം പതുക്കെ താഴേക്ക് താഴ്ത്തി വെക്കുക. ഭുജംഗാസനിലേക്ക് വരാം. 2 ഷോൾഡറും സൈഡിലേക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് വിടർന്ന് നിൽക്കട്ടെ. ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് വിടർന്ന് നിൽക്കട്ടെ. ഫേസ് പതുക്കെ മുൻപിലേക്ക്, നേരെ മുൻപിലേക്ക് ഒന്ന് നോക്കുക. സ്പൈൻ മാക്സിമം ഒന്ന് വളച്ചു കൊടുക്കുക. ഇതിലൊന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ കൈകളുടെ ഒരു സപ്പോർട്ടിൽ നിൽക്കുക. ഒരു സ്ട്രെങ്ത് അനുസരിച്ച് ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ടിരിക്കാം. ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. സ്പൈൻ ബാക്ക് സൈഡ് ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. പതുക്കെ തല ഉയർത്തി മുകളിലേക്ക് നോക്കാം. നേരെ വീണ്ടും കാലിലേക്ക് ഇരിക്കുക. നോർമൽ ബ്രീത്തിൽ റെസ്റ്റ് ചെയ്യാം. വീണ്ടും കൈ അതേ സ്ഥാനത്ത് വെച്ചിട്ട് ഉയർന്നു വരിക. പതുക്കെ നമുക്ക് മൗണ്ടൈൻ പോസിലേക്ക് പോവാം. കാല് രണ്ടും ബാക്കിൽ പതിച്ച് വെക്കാൻ നോക്കുക. അതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുക. കൈ മുതൽ ഹിപ്പ് വരെയുള്ള ഭാഗം സ്ട്രെയിറ്റ് ആക്കി വെക്കാം. കാല് മാക്സിമം പതിച്ച് വെച്ചുകൊണ്ട് കണ്ണടച്ച് വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്യാം. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ മുട്ടുകുത്തുന്നു. നേരെ കാലിലേക്ക് ഇരിക്കുക. വീണ്ടും നമുക്ക് മാറ്റിലേക്കൊന്ന് പതുക്കെ കമിഴ്ന്ന് കിടക്കുക. 2 കൈയും ബാക്കിലേക്ക് നീട്ടി നിവർത്തി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഫുൾ ബോഡി ഒന്ന് പന്തിച്ച് പിടിക്കുക. ഫേസ് നേരെ മുൻപിലേക്ക്, കൈ രണ്ടും ബാക്കിലേക്ക് നീട്ടി വിടർത്തി പിടിക്കുക. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. 2, 3, 4, 5, 6. ശ്വാസം വിട്ട് പതുക്കെ താഴേക്ക് വരുന്നു. വീണ്ടും ചെയ്യാം. ഇൻഹേൽ അപ്പ്, ഉയരട്ടെ. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യാം. 2, 3, 4, 5, 6. റിലാക്സ്. താഴേക്ക് വരുന്നു. ഒന്ന് റെസ്റ്റ് ചെയ്യാം. മകരാസനത്തിലൊന്ന് വിശ്രമിക്കാം. നമുക്ക് ഒരു കൈയുടെ മേലെ ഒരു കൈ വെച്ചിട്ട് നമ്മുടെ ചിഹ്നത്തിൽ വെച്ചിട്ട് കാല് രണ്ടും കുറച്ച് അകത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. അതൊക്കെ നമുക്കൊരു സൈഡിലേക്ക് ചെരിഞ്ഞ് മലർന്ന് കിടക്കാം. മലർന്ന് കിടക്കുക. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് 2 or 3 തവണ ഓരോ ആസനാസും പ്രാക്ടീസ് ചെയ്യാം. നിൽക്കുന്ന സമയം മാറ്റം വരുത്താം. അപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ആക്കുക. ഇനി നിവർന്ന് കിടന്നിട്ട് 2 കാലും മടക്കിയിട്ട് ഫസ്റ്റ് വൺ നമ്മുടെ വയറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. 2 കാലും ഒന്ന് അമർത്തി പിടിക്കുക. തൈ മസിൽ നമ്മുടെ റിബിൽ ടച്ച് ചെയ്യുന്ന ഒരു ഫീലോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് തല ഉയർത്താം. എന്നിട്ട് കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യാം. റിലീസ് ചെയ്യാം. കാല് താഴെ വെക്കാം. വീണ്ടും ടൈറ്റായിട്ട് കൈ കൊണ്ട് കവർ ചെയ്ത് പിടിക്കാം. ടൈറ്റായിട്ട് പിടിച്ച് വയറിലേക്ക് അമർത്തി വെക്കാം. ഫുള്ളായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. തല ഉയർത്തുന്നു. പതുക്കെ റിലീസ് ചെയ്യാം. 2 കാലും നീട്ടി നിവർത്തി വെച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അയച്ചിട്ടുകൊണ്ട് എല്ലാ മസിൽസും ജോയിൻസും എല്ലാം ഫ്രീ ആക്കി വെച്ചുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് കിടക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. സാവധാനം പുറത്തേക്ക് വിടാം. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ഒരു അല്പസമയം, ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പതുക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക.
സ്ട്രെയിറ്റ് ആയിട്ട് എഴുന്നേറ്റിരിക്കുക. നമുക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പ്രാക്ടീസ് തുടങ്ങും. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഭസ്ത്രിക പ്രാണായാമം അല്ലെങ്കിൽ നാഡീശുദ്ധി അതൊക്കെ തൊട്ട് മുൻപുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കാർഡിലും കൊടുക്കാം, താഴെയും കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പ്രാണായാമത്തിന് ശേഷം നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് കണ്ണ് തുറക്കാതെ അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ശേഷം കൈകൾ നന്നായി ഉരസി കണ്ണുകളിലേക്ക് വെച്ച് വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറന്നുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു പോയിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ലെവലാണ്, ഏറ്റവും ബേസിക് ലെവൽ. ഇതിലിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു രീതി. അപ്പോൾ ഇതിൽ ഒരുപാട് ഡൗട്ട്സ് വരാൻ ചാൻസ് ഇല്ല. എല്ലാ കാര്യങ്ങളും പറ്റുന്നത് പോലെ ചെയ്യുക. പതുക്കെ പതുക്കെ അതിൽ ഹോൾഡ് ചെയ്യുന്ന സമയം, റിപ്പീറ്റേഷൻ എല്ലാം ഒന്ന് മാറ്റം വരുത്തി പതുക്കെ പതുക്കെ കൊണ്ടുവരിക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയാണ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കലോറി ഓവറായിട്ടുള്ളത് സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ യോഗ സാധനയിലേക്ക് വരുമ്പോൾ പ്രാണായാമം, മെഡിറ്റേഷൻസ്, ആസനാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനർജി ശരിക്കും ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക അല്ലേ. അതായത് യോഗ സാധന കഴിയുമ്പോൾ നമുക്കൊരു റീഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യേണ്ടത്. ഓക്കെ, മെൻ്റലി ഫിസിക്കലി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാവം ഉൾക്കൊണ്ട് തന്നെ ചെയ്യാം. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഓൺലൈൻ സെഷൻസ് യോഗ കൂടുതലായിട്ട് പഠിക്കണം, ജോയിൻ ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഭംഗിയായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കാണാം.